ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള LLM എൻട്രൻസ് 2025. കേരളത്തിലെ 4 സർക്കാർ ലോ കോളേജിലേക്കും പിന്നെ ഏതാനും പ്രൈവറ്റ് കോളേജിലേക്കുള്ള LLM എൻട്രൻസ് 2025 എക്സാം നടന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റും വന്നു, ഓപ്ഷൻ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രൊവിഷൻ ലിസ്റ്റ് വന്നു, പ്രൊവിഷണൽ താൽക്കാലിക ലിസ്റ്റ് വന്നു. ഇനി ഇതെല്ലാം എന്തെങ്കിലും തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഇനി ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ ഫൈനൽ ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് കിട്ടി, ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടിയ എന്തൊക്കെ രേഖകൾ വേണം, അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് കുറച്ച് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ എനിക്കവിടെ താല്പര്യമില്ല, പ്രൊവിഷണൽ ലിസ്റ്റ് വന്ന് എനിക്ക് ആ കോളേജ് താല്പര്യമില്ല, ഫൈനൽ ലിസ്റ്റിൽ ഇതേ കോളേജ് തന്നെ ആയിരിക്കുമോ, അവിടെ ചേരണോ, പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻസിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ. അപ്പോൾ അതിനെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2024 കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതിൽ മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് നോക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ ഫൈനലിസ്റ്റ് വന്നിട്ടില്ല, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്പോൾ കൊടുക്കുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷം 2024 നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊവിഷണൽ ലിസ്റ്റ് വന്നുള്ളൂ, നവംബർ 21 വരെ ആയിരുന്നു പ്രൊവിഷണൽ ലിസ്റ്റ് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാനുള്ളത്. ഇനിയിപ്പോൾ ഫൈനൽ ലിസ്റ്റ് വരും. ഫൈനൽ ലിസ്റ്റ് വെച്ചിട്ട് ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വെച്ചിട്ടായിരിക്കും അഡ്മിഷൻസ് നടത്തുന്നുണ്ടാവും. അപ്പോൾ ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയ അവിടെ ഡാറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും കിടക്കുന്നുണ്ടാവും. പണ്ട് ക്ലിയർ എഴുതിയ പോലെ തന്നെ ഡാറ്റ ഷീറ്റും അലോട്ട്മെൻറ്റും മെമ്മോ ഉണ്ടാവും. അത് രണ്ടും എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള രേഖകൾ. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഡാറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് വന്ന ഉടനെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. ഓക്കെ, അലോട്ട്മെൻറ്റ് വന്നില്ലെങ്കിൽ ഇത് വരില്ല. സോ ഓപ്ഷൻസ് കൺഫേം ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ്, സീറ്റ് ഫില്ല് ചെയ്യുന്നവരെ എന്ത് ചെയ്യുന്നത്, അലോട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ ഡേറ്റുകളാണ്. കഴിഞ്ഞ വർഷം അഡ്മിഷൻസ് നവംബർ 29 മുതൽ ഡിസംബർ 7 വരെ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, പുതിയ ഡേറ്റ് വരും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഡാറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. ഒരു കാര്യം ചോദിച്ചൊരു കാര്യമാണ്, അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ചേരണോ, എനിക്ക് അവിടെ താല്പര്യമില്ല, നിർബന്ധമായി ചേരണം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്കൊരു കോളേജ് കിട്ടിയോ അവിടെ നിർബന്ധമായി നമ്മൾ ചേർന്നാൽ മാത്രമാണ് നമ്മൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റ് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് നമ്മൾ ചേർന്നില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ തുടർന്നുള്ള അലോട്ട്മെൻറ്റ് ഫുള്ളി ക്യാൻസൽ ആയിപ്പോൾ. പിന്നെ നമുക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പങ്കെടുക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് നിങ്ങൾ എന്തെങ്കിലും ജോയിൻ ചെയ്തിരിക്കുന്നാൽ മാത്രം തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കും. നമ്മുടെ ഒഫീഷ്യൽ ലിങ്ക്, എന്താ പറയുക, നോട്ടിഫിക്കേഷനും എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒഫീഷ്യൽ സൈറ്റ് വഴിയാണ് വരുന്നത്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട രേഖകൾ എന്തൊക്കെയാണ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഡാറ്റ ഷീറ്റ്, കാൻഡിഡേറ്റിൻ്റെ ഡാറ്റ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മൂവ്, ഇത് രണ്ടും അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വരും. നിങ്ങൾ കയറി അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, SLC ആവാം, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ വേണം നമ്മുടെ നാഷണാലിറ്റി പ്രൂവ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ വേണം. ഓക്കെ, 4 കോപ്പീസ് ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് വേണം. പിന്നെ നമ്മുടെ നമ്മൾ LLB പഠിച്ചില്ലേ, ആ LLBയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ, പ്രൊവിഷണലും കൺസോളിഡേറ്റഡും അങ്ങനത്തെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ വേണം. പിന്നെ നമ്മൾ TC, നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ TC, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതുപോലെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നമുക്കറിയാം 6 മന്ത്സിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞെങ്കിൽ പുതിയ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്താൻ പോവാൻ. പിന്നെ ഇപ്പോൾ LLM എഴുതിയൊരു വ്യക്തി ഇപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും എംപ്ലോയിഡ് ആണെങ്കിൽ, ബാങ്ക്സിലോ എവിടെയെങ്കിലും എംപ്ലോയിഡ് ആണെങ്കിൽ, അവിടുന്ന് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള റിലീവിങ് ഓർഡർ, അവിടുന്ന് ജോലി റിലീവ് ചെയ്ത ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റും എന്ത് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജോലി ചെയ്യുന്നവർ ഗവൺമെൻറ് സർവീസിലോ ട്രെയിനി ആയിട്ടോ ഇനി കോസി ഗവൺമെൻറ് ബോഡീസിലോ ബാങ്കുകളിലൊക്കെ ഉള്ളവർ അവിടുന്ന് റിലീവിങ് ഓർഡറും വേണം, അവിടുത്തെ ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റും വേണം. ഇനി വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് വരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, എലിജിബിലിറ്റി, ആ ഡിഗ്രി ഇവിടെ എലിജിബിൾ ആണ്, റെക്കഗ്നൈസ്ഡ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. ദ പേഴ്സൺ ഹു ക്വാളിഫൈസ് ഫ്രം അതർ യൂണിവേഴ്സിറ്റി ഷാൽ പ്രൊഡ്യൂസ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം LLB പഠിച്ചത് MG യൂണിവേഴ്സിറ്റിയാണ്, LLM അഡ്മിഷൻ കിട്ടിയത് കേരള യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് എന്ത് ചെയ്യുക, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്
നമ്മൾ LLM എൻട്രൻസിന് അപ്ലൈ ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ്. നമ്മൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റേ നമ്മുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുള്ള എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽസ് അഡ്മിഷൻ സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ. പിന്നെ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേറെ എന്തെങ്കിലും രേഖകൾ പറയുന്നത് അതും പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ. പിന്നെ ഈ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ ബോർഡിൽ നിന്നാണോ നിങ്ങൾ LLB പാസ്സായെങ്കിൽ നിങ്ങൾ അവിടുത്തെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അതും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതായത് ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനും നോട്ടിഫിക്കേഷനിലെല്ലാം എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇപ്പോൾ ഇത്രയും രേഖകളാണ് മെയിനായിട്ട്. ഫോട്ടോഗ്രാഫ്സ് ഞാൻ 4 കോപ്പീസ് ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ അഡ്മിഷൻ പോകുന്നതിന് മുന്നേ ഈ രേഖകളൊക്കെ റെഡി ആക്കി. മെയിനായിട്ട് പ്രശ്നം വരുന്നത് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ്. കണ്ടക്ട് സർട്ടിഫിക്കറ്റ് 6 മന്ത്സിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അത് എക്സ്പയറി കഴിഞ്ഞെങ്കിൽ അത് പുതിയ ഒരെണ്ണം ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുക. പിന്നെ ഫീസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൺസേൺഡ് കോളേജായി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇത്രയും അഡ്മിഷൻ പോകുമ്പോൾ ഇത്രയും രേഖകളൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അക്യൂർ ചെയ്ത് കയ്യിൽ വെച്ചിട്ട് പോവുക. അപ്പോൾ സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുള്ളായി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.